ഒരു 3 ഹല്ലേലൂയ പറഞ്ഞേ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം ഈ നല്ല പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ തിരുവെഴുത്ത് നാം ആദിയോടന്തം പഠിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുന്നത്, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. എളിയവർ നിലവിളിച്ചു, യഹോവ കേട്ടു. സകല കഷ്ടങ്ങളിൽ നിന്നും യഹോവ അവരെ വിടുവിച്ചു എന്ന്. അങ്ങനെയാണെങ്കിൽ ഈ നല്ല പകൽക്കാലം വിടുതൽ കിട്ടിയത് കൊണ്ടാണ് ദൈവത്തെ ആരാധിപ്പാൻ ഈ ആലയത്തിലേക്ക് നിങ്ങൾ വന്നത്. അങ്ങനെ വന്ന നിങ്ങളെ നിരാശയോടെ ദൈവം മടക്കി അയക്കത്തില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന ദൈവമഹത്വം കണ്ടായിരിക്കും ഈ പകൽക്കാലം നിങ്ങൾ ഇവിടുന്ന് മടങ്ങാൻ പോകുന്നത്. വിശ്വാസം കൊണ്ട് കരമുയർത്തുന്ന നല്ല ഹല്ലേലൂയ പറ. സ്വത്രം. ദൈവത്തെ സ്തുതിക്കുന്ന നേരെയുള്ളവർ ഉചിതമെന്ന് പറഞ്ഞുവെങ്കിൽ സ്തുതിക്കാതെ ഇരിക്കുന്നവരുടെ മേല് ആര് വരുമെന്നറിയാമോ? പിശാച് കടന്നു വരും. അവരുടെ ഹൃദയത്തിനകത്ത് കടന്നുകൂടിയിട്ട് ദൈവത്തെയും ദൈവസഭയും തകർക്കുവാൻ അവൻ പദ്ധതി ഒരുക്കും. എന്നാൽ കുഞ്ഞ്, നിന്റെ മേൽ വാഴുന്നത് പിശാചല്ല, ദൈവത്തിന്റെ ആത്മാവാ. ദൈവത്തിന്റെ ആത്മാവ് നിന്നുള്ളിടത്തോളം കാലം നീ ആരാ? രാജാതിരാജാവിന്റെ മകനും മകളുമാ. അങ്ങനെയെങ്കിൽ നീ പറയുന്നത് സംഭവിക്കും. നീ ചോദിക്കുന്നത് സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് തരും. സ്വത്രം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ദൈവമഹത്വം നിങ്ങൾ കാണും. ഒരു പക്ഷേ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കും, അയ്യോ എനിക്കുള്ള കഴിവില്ല, എനിക്കുള്ള കൃപയില്ല, ഞാൻ പ്രാർത്ഥിച്ച ദൈവം കേൾക്കത്തില്ല, മറ്റുള്ളവരെ പോലെ എനിക്ക് ദൈവസനിൽ പ്രാഗൽഭ്യമില്ല. സ്വത്രം. എന്റെ കർത്താവ് പറഞ്ഞത് കേൾക്കണേ. നിങ്ങളുടെ പ്രാഗൽഭ്യത്തിൽ നിങ്ങൾ നിൽക്കാതെ നിങ്ങളുടെ കഴിവുകേടിനെ കഴിവുള്ളതാക്കേണ്ടതിന് നിങ്ങളെ എന്റെ കരുത്തിൽ തരിക. സ്വത്രം. മസില് പിടിച്ചിരിക്കാതെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിന് മഹത്വം കൊടുക്ക്. സ്വത്രം. സർവശക്തനായ ദൈവം സ്വർഗത്തിൽ നിന്ന് കേട്ട് ഇറങ്ങി വന്ന് നിങ്ങൾക്ക് വേണ്ടത് തന്നു നിറയ്ക്കും. സ്വത്രം. ദൈവത്തിന്റെ വചനം വ്യക്തമായി പഠിപ്പിക്കുന്നത് ആളിന്റെ പെരുപ്പത്തിലല്ല, ആത്മാവിന്റെ ഒരുക്കത്തിൽ സ്വർഗത്വം പ്രവർത്തിക്കുമെന്ന്. സ്വത്രം. അയ്യോ എന്റെ പണത്തിന്റെ കൂടുതലുകൊണ്ടാ ഞാൻ ജയിച്ചത്, അയ്യോ എന്റെ കൂടപ്പുറപ്പിന്റെ കരത്തിയിരിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടതായതുകൊണ്ടാണ് ഞാൻ ജയിച്ചത്. അല്ല കുഞ്ഞ്, ദൈവത്തിന്റെ കൃപയാല നീ ജയിച്ചത്. കാരണം തകർക്കുവാൻ പിശാച് പദ്ധതി ഒരുക്കിയപ്പോൾ, തകർന്ന് വീഴുമെന്ന് തോന്നിയപ്പോൾ, തകർത്ത് കളയാൻ ഇഷ്ടം തോന്നാതെ സർവശക്തനായ ദൈവം തന്റെ ഉള്ളം കരത്തിൽ നിന്നെ താങ്ങി ഉയർത്തിയെങ്കിൽ ഇനി നീ കാണാൻ പോകുന്ന കഷ്ടങ്ങളുടെ കാലങ്ങളല്ല, നഷ്ടങ്ങളുടെ കണക്കുകളല്ല നോക്കാൻ പോകുന്നത്. ദൈവത്തിന്റെ മഹത്വമാ. 2025 നീ തോറ്റുപോയെന്ന് നിനക്ക് തോന്നുന്നെങ്കിൽ ഇല്ല കുഞ്ഞെ, നീ ജയിച്ച് പുറത്തു വരാൻ പോകുക. 2026 പ്രാരംഭം നീ കാണാൻ പോകുന്ന അത്ഭുതങ്ങളാ. സ്വത്രം. അത്ഭുതം കാണണമെങ്കിൽ നമുക്ക് സങ്കീർത്തനം 34:11 വായിച്ചാ മതി. സ്വത്രം. അത്ഭുതം കാണുവാൻ സങ്കീർത്തനം 34:11. മക്കളെ വന്ന് എനിക്ക് ചെവി തരുവിൻ. ഈ സങ്കീർത്തനം എഴുതിയത് ദാവീദാ. തന്റെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ ഒന്നിനു പുറകെ ഒന്നൊന്നായി കടന്നു വന്നപ്പോൾ അബീമേലെക്ക് എന്ന് പറഞ്ഞ വ്യക്തിയുടെ മുമ്പിൽ ബുദ്ധിഭ്രമം അടിച്ചു നിന്നത് കൊണ്ട് ഇസ്രായേലിന്റെ രാജപദവിയിലേക്ക് ദാവീദ് ഉയർത്തപ്പെട്ടു. സ്വത്രം. ശ്രേഷ്ഠന്മാരുടെയും ഉന്നതന്മാരുടെയും മുമ്പിൽ ഞാൻ എന്തോ ആണെന്ന് കാണിക്കാൻ നിൽക്കാതെ ഒരു ഭോഷനായി. സ്വത്രം. ആര്? ദാവീദ്. സ്വത്രം. എല്ലാവരിലും എല്ലാവരെക്കാളും ശ്രേഷ്ഠനെന്ന് ഇസ്രായേൽ നാട്ടിലുള്ള സകല പെണ്ണുങ്ങളും ഒരുമിച്ച് പറഞ്ഞു. സ്വത്രം. അങ്ങനെയല്ലേ പറഞ്ഞത്? ഞങ്ങളുടെ രാജാവ് 1000 കൊന്നത്, പക്ഷേ ഒന്നുമല്ലാത്ത ഈ ആട്ടിലെ ചെറുക്കൻ 10,000 കൊന്നു. 1000 കേട്ടപ്പോ കുഴപ്പമില്ലായിരുന്നു, പക്ഷെ 10,000 കേട്ടപ്പം അകത്ത് സന്തോഷത്തിന് പകരം എന്താ ഉണ്ടായത്? സങ്കടം, ദേഷ്യം, പക. സ്വത്രം. എന്തിനു പറയുന്നത്? അവനെ ഇനി ഭൂമിയുടെ മുകളിൽ വെച്ചേക്കാൻ പാടില്ല. സ്വത്രം. കയ്യിലിരുന്ന് കുന്തമെടുത്ത് ഒറ്റ എറി അവനെ നെഞ്ചിന് നേരെ.
സ്തോത്രം. പക്ഷേ സ്വർഗത്തിലെ ദൈവം സ്തോത്രം സുരക്ഷിതമായി ദാവീദിനെ രക്ഷിച്ചു. എന്നിട്ടും ശത്രുവിന്റെ കലി അടങ്ങിയില്ല. എന്ന് പറഞ്ഞാൽ ചെറിയ കൂട്ടമേ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ കർത്താവ് നമ്മെ കാത്തതുപോലെ സകലരും ഒരുപോലെ വെല്ലുവിളിച്ച് തകർക്കാൻ പദ്ധതി ഇട്ടപ്പോഴും നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും സുരക്ഷിതമായി തന്റെ ചിറകിന്റെ മുകളിൽ മറച്ച് ഈ 2025 സ്വത്രം എത്രാം തീയതിയാ? സ്വത്രം 20-ാം തീയതിയിലേക്ക് നമ്മളെ 21-ാം തീയതിയിലേക്ക് കൊണ്ടുവന്ന ദൈവത്തിന് എത്ര മഹത്വം കൊടുത്താൽ മതിയാകും സഹോദരങ്ങളെ. സ്വത്രം. നീ നിൽക്കുകയില്ല, നിന്റെ സന്തതി രക്ഷപ്പെടുകയില്ല, നിന്റെ കുടുംബത്തിനകത്ത് തീ പുകയത്തില്ല, നിന്റെ കുഞ്ഞുങ്ങൾ ദേശത്ത് നന്മ കാണത്തില്ല, നിന്റെ കൂട്ടാളി രോഗിയായി കിടന്ന് മരിച്ചു പോകത്തേ ഉള്ളൂ, നിന്റെ കലവറ ശൂന്യമായി പോകത്തേ ഉള്ളൂ, നീ ഒരു വീട് പണിയത്തില്ല, നിന്റെ കുഞ്ഞുങ്ങൾക്കൊരു നന്മ ഉണ്ടാകത്തില്ലെന്ന് ലോകം വിധിച്ചപ്പോൾ, മനുഷ്യൻ പറഞ്ഞപ്പോൾ, പിശാച് വാദിച്ചു നിന്നപ്പോൾ അവിടെ ഒന്നും പെടുത്തിക്കളയാതെ കാത്തു പരിപാലിച്ച് ഇന്നയോളം കൊണ്ടുവന്നെങ്കിൽ കുഞ്ഞെ നിനക്ക് ലഭിച്ചതെല്ലാം സ്വർഗത്തിൽ നിന്ന് ദാനമാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് മഹത്വം ദൈവത്തിന് കൊടുക്ക്. എവിടെയൊക്കെ തകർന്നു പോകേണ്ടിയിരുന്ന നീയും ഞാനും തകർന്നു പോകാതെ ഇന്നയോളം നിലനിന്നത് ദൈവത്തിന്റെ കൃപയാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് മഹത്വം ദൈവത്തിന് കൊടുക്ക്. ഈ കണ്ടതല്ല, ഇതിലും അധികം നീ കാണാൻ പോകുക, ഇതിലും അധികം ദൈവമഹത്വം നീ അനുഭവിക്കാൻ പോകുക. നിന്റെ താഴ്ചകൾ മാറ്റി സ്വർഗം നിന്നെ ഉയർത്താൻ പോകുക. വിശ്വാസത്തോടെ ദൈവത്തിന് മഹത്വം കൊടുക്ക്. ദാവീദ് പറയാം, മക്കളെ, ഒത്തിരി പ്രതികൂലങ്ങളും ഒത്തിരി പ്രതിസന്ധിയുടെ നടുവിൽ ഞാൻ നിന്നപ്പോ എന്നെ കാത്തത് സ്വർഗത്തിലെ ദൈവമാ. സ്വത്രം. ശത്രു ആടവരി വെല്ലുവിളിച്ചപ്പോൾ ആ ശത്രുവിനെ തലകറക്കുവാൻ എന്നെ സഹായിച്ചത് സ്വർഗത്തിലെ ദൈവമാ. എന്റെ ജനത്തെ മുഴുവനും കൊന്നുപിടിക്കുവാൻ ഗോലിയാത്ത് വെല്ലുവിളിച്ചപ്പോൾ അവനെ തകർക്കുവാൻ എനിക്ക് ബലം തന്നത് സ്വർഗത്തിലെ ദൈവമാ. സ്വത്രം. എന്തിനു പറയുന്നു? ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവായ ശൗല് ഏതെല്ലാം നിലവാരത്തിൽ എന്നെ തകർക്കാൻ ശ്രമിച്ചപ്പോഴും അവന്റെ കരത്തിൽ വിട്ടുകൊടുക്കാതെ താങ്ങിയത് എന്റെ ദൈവമാ. അതുകൊണ്ട് ഞാൻ പറയുന്ന കേൾക്ക്, ദൈവത്തെ പിൻപറ്റാൻ നീ തയ്യാറാക്. നീ ഉയർച്ച പ്രാപിക്കും, താഴ്ച പ്രാപിക്കയില്ല. സ്വത്രം. എന്താ വായിച്ചത്? യഹോവയോടുള്ള ഭക്തിയെ, രാജാവിനോടുള്ള ഭക്തിയല്ല. സ്വത്രം. ദേശത്തെ പ്രമാണിമാരോടുള്ള ഭക്തി ആദരവുമല്ല. സ്വത്രം. അവരെയൊക്കെ ആദരിക്കുകയും അവരെയൊക്കെ പുറകെ പോവുകയും ചെയ്ത നീ ആഗ്രഹിക്കുന്ന ശുഭഭാവി നീ പ്രാപിക്കത്തില്ല. സ്വത്രം. രക്ഷപ്പെടാൻ ആഗ്രഹിച്ച് സ്വത്രം നീ ശ്രമിക്കുന്ന ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുമ്പോൾ ഒടുവിൽ ആരൊക്കെ പറഞ്ഞു കേട്ടത് കേട്ട് മന്ത്രവാദിയെയും ശകുനവാദിയെയും അതുപോലെ തന്നെ മറ്റു പലരെയും തേടിപ്പോകും. ചിലരൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, വീടിന്റെ സ്ഥാനം ശരിയല്ലാതെ പോയത് കൊണ്ടാണ് വീടിനകത്ത് എന്തില്ലാത്തത്, നന്മയില്ലാത്തത്. പിന്നെ ഈ വീടിൻ്റെ അകത്ത് നിൽക്കുന്ന ഏതോ ഒരാളുണ്ടല്ലോ, എന്തുവാ കന്നി, മൂലയ്ക്ക് കന്നി കിടക്കുന്നോണ്ടാണ് സ്വത്രം നിങ്ങൾ ജയിക്കാത്തത്. കുഞ്ഞെ കഞ്ഞിയും തുലാവും വൃശ്ചികമൊന്നും അല്ല, നീ ശരിയാവാത്തോണ്ടാ. സ്വത്രം. നീ ദൈവത്തിന് പ്രസാദമുള്ളവനും പ്രസാദമുള്ളവനും നിന്നു നോക്ക്. ഒരു കന്നിയും തുലാവും വൃശ്ചികവും വെള്ളി ശനിയും ഒന്നും നിന്നെ തുറത്തില്ല. യോബിന്റെ പുസ്തകം ഒന്ന് പഠിക്കണം. പെന്തിക്കോസ്തുകാരൻ എന്തിനാ തുള്ളുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനെ ഒരു ബാധയും തൊടത്തില്ലെന്ന് അവൻ അറിയാവുന്നോണ്ടാ. സ്വത്രം. ഒരാണത്വവും അവന്റെ മേൽ വരത്തിൽ. ആരാ? പെന്തിക്കോസ്തുകാരനാവണം. ആ പേരുകൊണ്ട് മാത്രമല്ല, ജീവിതം കൊണ്ടും വേണം. സ്വത്രം. അങ്ങനെ ജീവിച്ചിരുന്ന ഒരു പറ്റ അപ്പച്ചന്മാരും അമ്മച്ചിമാരും നമ്മുടെ മുൻ പിതാക്കന്മാരായിട്ട് ഉണ്ടായിരുന്നു. അവർക്ക് ആരെയും പേടിയില്ല, അവർക്ക് പേടിയുള്ള ദൈവത്തെ മാത്രമാ. പക്ഷെ ഇന്നത്തെ പെന്തക്കോസ്തുകാർക്ക് മൊത്തം പേടി ദൈവത്തെക്കാൾ വരുന്നത് പിയായിനെയാ. സ്വത്രം. വിളിച്ചു നേർച്ച, കന്നി, മൂല. സ്വത്രം. കഴിഞ്ഞ ദിവസം ഒരു അമ്മച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞൊരു കാര്യമാണ്, എന്റെ പൊന്നു പാസ്റ്റേ, ഞങ്ങൾ ഈ വീട് വെക്കുന്ന സമയത്തെ ഞങ്ങളുടെ കൊച്ചച്ചമ്മ എന്ന് പറഞ്ഞാൽ ഈ സ്ഥാനം ശരിയല്ലെന്ന്. സ്വത്രം. പിന്നെ ഏതാ സാധനം ശരിയുള്ളത്? ആ ചേട്ടനോടൊന്ന് പറയാൻ ചെന്ന സെലിയുടെ സ്ഥലം കാണിച്ചു കൊടുക്കുക. ആ പാട് 5 സെന്റേ ഉള്ളു. അതിനകത്തൊരു നല്ല വീട് വെക്കണമെന്നുണ്ടെങ്കിൽ 1100 സ്ക്വയർ ഫീറ്റിൽ വീട് വെക്കണം. എവിടെ കൊണ്ട് വയ്ക്കും? സ്വത്രം. ചേട്ടൻ എന്ന് പറഞ്ഞെന്ന് ഈ സ്ഥാനം ശരിയല്ലെന്ന്. സ്വത്രം. പക്ഷെ ശരിയല്ലെങ്കിൽ ഞങ്ങൾക്കന്ന് താമസിക്കാൻ വീടില്ലാഞ്ഞിട്ട് ഞങ്ങൾ വീട് വെച്ച്. സ്വത്രം. അമ്മച്ചി, എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, കൂടപ്പുറമേ, സഹോദരങ്ങളെ, നിന്റെ വീടല്ല ശരിയാവാത്ത, നീയാ ശരിയാവേണ്ടത്.
നീ ശരിയായ നിന്റെ വീടിനകത്ത് ഒരു വ്യായം വരത്തില്ല. നിന്റെ കലവറയ്ക്കകത്ത് നന്മ കുറയത്തില്ല. കാരണം നിനക്ക് നന്മ തരുന്നത് ഈ ലോകത്തിലെ മനുഷ്യനല്ലെന്ന് നീ വിശ്വസിക്കണം. സർവശക്തനായ ദൈവമാണ് എനിക്ക് നന്മ തരുന്നതും എനിക്ക് ആയുസ്സും ആരോഗ്യവും ബലവും തരുന്നത്. യോബിന്റെ പുസ്തകം പഠിച്ചാൽ അവിടെ കാണാൻ കഴിയും. സ്വത്രം, നിനക്ക് രാശിചക്രങ്ങളെ തിരിക്കാൻ പറ്റുമോന്ന്. സ്വത്രം ഒന്ന് വായിക്കാമോ? നീ വല്ല മന്ത്രം ചെയ്യുന്ന, നീ വലിയ കൂടുപാത്രം ചെയ്യുന്ന, നീ വലിയ ശൗരവാദം നടത്തി മനുഷ്യനെ പോക്കറ്റിലാക്കി പൈസ അടിച്ചു മാറ്റുന്ന നിനക്ക് ഈ കള്ളത്തരങ്ങൾ പറയാൻ സത്യസന്ധമായി നിനക്ക് ചെയ്യാൻ കഴിയുമെന്ന് ചോദിക്കുന്നത്. ഒന്ന് വായിച്ചേ യോബിന്റെ പുസ്തകം. സ്വത്രം, ചുട്ടകോഴിയെ പറപ്പിക്കുന്ന മന്ത്രവാദി, കന്നിമൂലയുടെ പേര് പറഞ്ഞ് പാവപ്പെട്ടനെ പിഴിയുന്ന മന്ത്രവാദി. സ്വത്രം, ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യം, ദൈവം വച്ചിരിക്കുന്ന കാർത്തികയുടെ ചങ്ങല നിനക്ക് കഴിക്കാമോ? മഹൈരത്തിന്റെ ബന്ധനം നിനക്ക് കഴിക്കാമോ? നീ സകല കൂടുപാത്രം ചെയ്യുന്ന ആളല്ലേ, നിനക്ക് കഴിക്കാമോ? സ്വത്രം, നിനക്ക് രാശി ചക്രത്തെ അതിന്റെ കാലത്ത് പുറപ്പെടുവിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നീ രാശി തിരിക്കുന്ന, നിന്റെ കയ്യിലിരിക്കുന്ന ഈ കറക്കുന്ന സാധനവും കുലുക്കുന്ന കവടിയൊക്കെ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഇന്നത്തെ പകൽക്കാലം ഉദിക്കണ്ട, ഈ രാത്രി ഇങ്ങനെ തന്നെ തുടരട്ടെ, പറ്റുമോ ഒന്ന്? സ്വത്രം, പകല് മാത്രം രാത്രി ആവട്ടെ, 24 മണിക്കൂറുള്ള ദിവസം ഇന്ന് 20 മണിക്കൂർ മതി എന്ന് പറഞ്ഞ് നിനക്ക് മാറ്റാമോ? മന്ത്രവാദിയെ, വിളിച്ചു നിറച്ചക്കാരാ, കൂടുപാത്രം ചെയ്യുന്ന സഹോദര, സ്വത്രം, തലേ കൈവച്ച് പ്രാവുന്ന സഹോദരി, ദൈവത്തിന്റെ വചനം ചോദിക്കുക, നിനക്ക് ഈ രാശിചക്രത്തെ തിരിച്ചൊന്ന് നേരെയാക്കാമോ? എന്തിനു പറയുന്നു 10 മാസം നൊന്ത് പ്രസവിക്കുന്നതിന്റെ അമ്മ, സ്വത്രം, 8ാം മാസം പ്രസവിക്കട്ടെ എന്ന് നീ പറഞ്ഞ പ്രസവിക്കുവോ? സ്വത്രം, പ്രസവിക്കുക അനീഷേ? 9 മാസമോ 9 ദിവസം കഴിയാതെ പ്രസവിക്കത്തില്ല. അല്ലാതെ പ്രസവിക്കുന്നതിനെ എവിടെ കൊണ്ടുവയ്ക്കണം? വെന്റിലേറ്ററിൽ കൊണ്ടുവയ്ക്കണം. സ്വത്രം, എന്റെ ദൈവം നിന്നെ തെരഞ്ഞെടുത്തതേ ലോകത്തിന് മുമ്പ് ഒരു കോമാളിയാവാനല്ല, ലോകക്കാർ പറയുന്ന കേട്ട് തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും അലഞ്ഞു നടക്കാനല്ല, അവിടെ എവിടെയും കൊണ്ടുവച്ചിരുന്ന കല്ലുകളുടെ മുമ്പിൽ കൊണ്ട് നിന്റെ പണം മൊത്തം ചെലവഴിച്ചിട്ട് നിരാശയോടെ മടങ്ങി വീട്ടിൽ വന്ന് കമന്ന് കിടന്ന് നിലവിളിക്കാനല്ല. എന്റെ ദൈവം നിന്നെ തെരഞ്ഞെടുത്തത് ശ്രേഷ്ഠന്മാരിൽ ശ്രേഷ്ഠനായി, ഉന്നതന്മാരിൽ ഉന്നതനായി, സമൂഹത്തിന് മധ്യ തല ഉയർത്തിക്കൊണ്ട് ജീവിക്കുന്ന ഒരു ദൈവം കൊണ്ട് വിളിച്ചു പറയാനാ. നീ ആരോ പറഞ്ഞ കേട്ടോണ്ട്, എവിടെയോ ആരൊക്കെ വീണെന്ന് കണ്ടിട്ട് സ്വത്രം കന്നിയും പിലാവും വൃശ്ചികവും കൊണ്ട് നടക്കുക. സ്വത്രം, അപ്പൂപ്പനെ അവിടെ ഇരുത്തിയില്ലെങ്കിൽ സ്വത്രം എന്തൊക്കെയോ അങ്ങ് പോവും. സ്വത്രം, അവിടെ ഇരുത്താത്തത് കൊണ്ടാ പാവപ്പെട്ട ഒരു സഹോദരി വീട് പൊളിച്ച് ഇപ്പൊ വീടിന്റെ സ്ഥലം മൊത്തം പൊളിച്ച്, എന്നിട്ടും പാവപ്പെട്ട സഹോദരനെ കന്യമാല മാറിയില്ല. സ്വത്രം, ഇനി എവിടെ കൊണ്ടുവയ്ക്കുമെന്ന് അറിയാൻ കഴിയുന്നത് ഇപ്പൊ സഹോദരി തെക്കും വടക്കും പ്രാർത്ഥിക്കാൻ നടക്കുക. പ്രാർത്ഥിക്കാൻ പോകുന്നിടത്തും യവന്മാരും കള്ളന്മാരാ. സ്വത്രം, അവന്മാരും പറയുന്നത് ഇങ്ങനെ, അവിടെ മൂല മാറിപ്പോയെന്ന്. സ്വത്രം, അവിടെ മൂല മാറിപ്പോയെന്ന്. കുഞ്ഞെ, ആകപ്പാട് 2 സെന്റ് സ്ഥലമുണ്ട്, ആളുകളായി പ്രാർത്ഥിച്ച് കിട്ടിയതാ. സ്വത്രം, അവിടെ നീ ഏത് മൂല നോക്കും? ഏത് മൂല നോക്കും പറ? നോക്കുവോ? ഇനി ഒന്നും പോട്ട്, റോഡ് സൈഡിൽ വീട് വെക്കുന്ന പാപത്തുങ്ങളെ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഏത് മൂല നോക്കിയിട്ട് അവർ റോഡ് സൈഡിൽ വീട് വെക്കുന്നത്? സ്വത്രം, അവൻ സുഖമായി കിടന്നുറങ്ങുന്നു. രാത്രി വണ്ടിയൊക്കെ പാഞ്ഞു പോകുന്ന കേട്ടാൽ പോലും അവൻ അറിയത്തു പോലുമില്ല. സ്വത്രം, കണ്ടിട്ടില്ലേ? റെയിൽവേ ട്രാക്കിൽ വീട് വെക്കുന്നവരെ കണ്ടിട്ടുണ്ടോ? സ്വത്രം, അവൻ ഏത് മൂല നോക്കിയിട്ടാ? എവിടെങ്കിലും റെയിൽവേയുടെ സൈഡിൽ ഇച്ചിരി സ്ഥലം കിട്ടി അവൻ അവിടെ വീട് കൊണ്ടുവയ്ക്കും. രാത്രി വരുന്ന ഇപ്പോഴത്തെ വണ്ടി എന്തോ, ഇപ്പോഴത്തെ പുതിയ വണ്ടി വന്ദേ ഭാരത് വന്നാൽ പോലും അവൻ അറിയത്തില്ല. അവൻ സുഖമായി കിടന്നുറങ്ങുന്നു. 1 ഏക്കർ 10 സെന്റുള്ള നീ സ്വത്രം 10 സെന്റിനകത്ത് വീട് വെച്ചിട്ട് നിനക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല.
അപ്പൊ ഉറക്കം വരാത്ത എന്താന്ന് ചോദിച്ച് കന്നിമൂല തേടി നടക്കുക. സ്തോത്രം. പിശാച് നിന്നെ നിന്റെ മക്കളെ നശിപ്പിക്കാൻ ഒരിക്കൽ കെണിക്കകത്ത് ചെന്ന് വീഴാതെ ദൈവത്തിന്റെ വചനം പറയുന്ന അനുസരിച്ച് ദാവീദ് എന്താ പറയുന്നത് കേട്ട്, ദൈവത്തിന്റെ വചനം എന്താ പറയുന്നത് കേട്ട്, യേശു കർത്താവ് പറയുന്നത് എന്താന്ന് കേട്ട്, ഇയ്യോബ് പറയുന്നത് എന്താന്ന് കേട്ടിട്ട് അനുസരിച്ച് ദൈവത്തെ പിൻപറ്റ്. സ്തോത്രം. സങ്കീർത്തനം 91:10-11 പറയുന്നത് സ്തോത്രം എന്താണെന്നറിയാമോ? സ്തോത്രം. ഒരനർത്ഥവും ദൈവ പൈതലേ നിനക്ക് വരത്തില്ല. സ്തോത്രം. നോക്ക്, ഇനി വരുന്ന എന്തുകൊണ്ടാണെന്നറിയാമോ? നിന്റെ പ്രവൃത്തി ദോഷം കൊണ്ടാ. അസൂയ, പിണക്കം, കോപം, ഈർഷ്യ, ദ്വന്ദ്പക്ഷം, മത്സരം. ഇത് നിന്റെ അകത്തിരിക്കുന്നിടത്തോളം കാലം നീ ജയിക്കത്തില്ല. സ്തോത്രം. നീ ജയിക്കത്തില്ല. ഒരു പക്ഷെ ഇത്തിരി കാലം ജയിച്ചത് തോന്നാം, പിന്നത്തേതിൽ നീ തകർന്നു പോകും. സ്തോത്രം. അതുകൊണ്ട് എന്ത് വേണമെന്ന് അറിയാമോ? 34:13. സ്തോത്രം വായിച്ചേ. നിന്റെ നാവ് ദോഷം ചെയ്യാതെ നിന്റെ ആധരത്തെ കാത്തുകൊണ്ടാൽ ഒരനർത്ഥവും വരത്തില്ല. ഒരല്ലേലിയ പറയാമെങ്കിൽ പറഞ്ഞോ. സ്വത്രം. സ്വത്രം. നിന്റെ നാവ് കടിഞ്ഞാണിട്ട് സൂക്ഷിച്ചാൽ സ്വത്രം എന്തു വരത്തില്ല? അനർത്ഥം വരത്തില്ല. ഇനി 37:9 കൂടെ വായിക്ക്. സ്വത്രം. ദുഷ്പ്രവർത്തിക്കാർ. സ്വത്രം. ദൈവത്തിന്റെ നീതിയെ മറിച്ചു കളഞ്ഞിട്ട് ലോകത്തിന്റെ മോഹത്തിൽ പരവശരായി മറ്റുള്ളവന്റെ ഉയർച്ചയിൽ അസൂയ പൂണ്ട് സ്വത്രം മറ്റുള്ളവന്റെ സന്തോഷം കണ്ടിട്ട് സഹിക്ക വയ്യാതെ അവനെ അവന്റെ കുടുംബത്തെയും തകർക്കാൻ തച്ചുകെട്ടിറങ്ങിയിരിക്കുന്ന സ്വത്രം അവനെ കൊണ്ട് പറ്റാത്തത് കൊണ്ട് അപ്പുറത്തും ഇപ്പുറത്തേക്ക് നിൽക്കുന്നവൻ കൂടെ കൂട്ടുപിടിച്ച് സ്വത്രം നശിപ്പിക്കാൻ, നിന്നെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ദുഷ്പ്രവർത്തിക്കാർ എങ്ങനെ പോന്ന് പറഞ്ഞത്? ഛേദിക്കപ്പെടും. ഇത് ദൈവമക്കൾക്ക് തരുന്ന വാഗ്ദത്തമാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എവിടെ? സ്വത്രം. അയ്യോ, അവർക്ക് പറ്റെങ്കിൽ എനിക്കും പറ്റും. അപ്പോഴേ വരും നിനക്ക് കോടാലി. സ്വത്രം. അവര് വീണതുകൊണ്ട് ഞാനും വീഴും. അപ്പോഴേ വരും കോടാലി. സ്വത്രം. അവരിത്രയും പ്രാർത്ഥിച്ചിട്ട് ഇത്രയും തുള്ളിയിട്ടും പള്ളിയിൽ ഇത്രയും നിന്നിട്ടും അവർക്ക് വന്ന എനിക്കും വരും. കുഞ്ഞേ, ഈ പള്ളി പോകേണ്ട കാര്യമില്ല. അവിടെ തുള്ളിയിട്ടും പാടിയിട്ടും കാര്യമില്ല. അകത്ത് വിശ്വാസം വേണം. അകത്തെ വിശ്വസിക്കണം. ഞാൻ സേവിക്കുന്ന ദൈവം എനിക്കൊരു ദോഷവും വരുത്തത്തില്ലെന്ന്. സ്വത്രം. കുറെ കാലങ്ങളായി ഒരു വീടില്ലാതെ, ഒന്ന് കേറി സമാധാനത്തിൽ കിടന്നുറങ്ങാൻ ഒരിടമില്ലാതെ, കരഞ്ഞും വിലപിച്ചും നിലവിളിച്ചും നാട്ടുകാരുടെ മുമ്പിലും വീട്ടുകാരുടെ മുമ്പിലൊക്കെ ചെന്ന് കുറച്ച് കടം വാങ്ങിയും ബാങ്കിൽ നിന്ന് ലോൺ എടുത്തുമൊക്കെ ഒരു വീട് വെച്ചപ്പം പ്യായി പറയാ കന്നിമൂലയാണ്. അത്രം അല്ലല്ലേ പറയാമോ? ഇതെല്ലാം ദൈവം തന്നതാ. അങ്ങനെ വീട്ടിൽ നിന്ന് കിട്ടി, ഇങ്ങനെ വീട്ടിൽ നിന്ന് കിട്ടി, ബാങ്കിൽ നിന്ന് കിട്ടി, പെണ്ണുമുള്ള സ്ത്രീധന പൈസ കിട്ടി, സ്വത്രം അച്ചായന്റെ പെൻഷൻ പൈസ കിട്ടി. ഇതെല്ലാം കൂടെ കിട്ടി കൊണ്ടുവന്നൊരു കൊച്ചു കൂര വെച്ച് എന്തിനാ? സമാധാനത്തോടെ കിടന്നുറങ്ങാൻ. അന്നേരാ പറയുന്നത് മൂലയ്ക്കകത്ത് ആരുടെ കിടപ്പുണ്ടെന്ന്. സ്വത്രം. ഞാൻ ആ മൂലയ്ക്കാ കക്കൂസ് പണിഞ്ഞേക്കുന്നത്. എനിക്ക് ഇന്നും ഒരു കുഴപ്പം സംഭവിച്ചിട്ടില്ല. ഒരല്ലേ പറയാൻ പറ്റുമോ? ഭയമുണ്ടോ? ഭയമുണ്ടോ? ഞാൻ നിങ്ങളോട് പറയാം, മന്ത്രവാദി ആകുമ്പോ നീ എനിക്ക് വേണ്ടി മന്ത്രം ചെയ്. സ്വത്രം. വചനം പറയുന്നത് എങ്ങനെയാ? അവരിരുന്ന് ഊതി 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 പൊട്ട അണലിയെ പോലെ ചെവി കേൾക്കാത്തവനെ ഊതി ചെയ്യുന്നു. അവൻ തന്നെ ചാവുകയല്ലാതെ പാവപ്പെട്ടവനൊന്നും സംഭവിക്കത്തില്ല. പിന്നെ എന്താ ഇത് സംഭവിക്കുന്നേ? നീ അത് വിശ്വസിക്കുന്നു, അതിനെ നീ ഹൃദയത്തിൽ അങ്ങ് എടുത്തു. സ്വത്രം. പണ്ടൊരു അമ്മച്ചി എത്ര വർഷമാ രക്തസ്രാവം ബാധിച്ചത്? കുറച്ചു പറ. 18 വർഷം.
രക്തസ്രാവം ബാധിച്ചപ്പം അവളൊരു ഓട്ടം ഓടി. ഓടിപ്പോകുന്ന വഴിയിൽ കണ്ടവരെല്ലാം ചോദിച്ചു, എന്താ സഹോദരി ഇങ്ങനെ നിലയം വിളിച്ചോണ്ട് ഓടുന്നത്? അണ്ണാ, ചേട്ടാ, ചേച്ചി, ഞാൻ എന്തെല്ലാം ചെയ്തിട്ടും എന്റെ രോഗത്തിന് ശമനമില്ല, ഇപ്പൊ അങ്ങോട്ട് പോവാ. അത് അവിടെ ഒരു വൈദ്യനുണ്ടെന്ന് പറഞ്ഞു, ഇവിടെ ഒരു വൈദ്യനുണ്ടെന്ന് പറഞ്ഞു, അവിടെ ഒരു പ്രശ്നം വെക്കുന്ന ആളുണ്ടെന്ന് പറഞ്ഞു, ഇവിടെ മഷിയിട്ട് നോക്കുന്ന ഒരാളുണ്ടെന്ന് പറഞ്ഞു. ഇത്രയും ഓടിയിട്ടും കുഞ്ഞെ നിന്റെ പ്രശ്നത്തിന് പരിഹാരമായില്ലയോ? ഇല്ല. സ്വത്രം. എന്താ എന്താ പണമില്ലാഞ്ഞിട്ടാണോ? സ്വത്രം. ശകുനവാദികളില്ലാഞ്ഞിട്ടാണോ? സ്വത്രം. പിന്നെ എന്തുകൊണ്ടാ ശമനം വരാത്തത്? ദൈവത്തിൽ ആശ്രയിക്കാത്തത് കൊണ്ടാ. സ്വത്രം. ദൈവത്തിൽ പൂർണ്ണമായി നീ ആശ്രയിക്കാതെ ഇപ്പോഴും ഓടി നടക്കുക. തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും. അവരെ കൊണ്ട് പറ്റില്ല, ഇവരെ കൊണ്ട്, ഇവരെ കൊണ്ട് പറ്റില്ല, അവരെ കൊണ്ട്, അവരെ കൊണ്ട് പറ്റില്ല, ഇവിടുത്തെ അവിടം കൊണ്ട്, ഇവിടുത്തെ അവിടെ പറ്റില്ല, അവിടുത്തെ അവിടം കൊണ്ട്. നീ അവസാന കാലം വരെ ഓടത്തേ ഉള്ളൂ. സ്വത്രം. അവസാനം ഓടി ഓടി പണ്ടില്ല വസ്തു തേടിപ്പോയ വീട് ചത്ത പോലെ ചാവും. സ്വത്രം. അന്നേരമാണ് ഇല്ല നയമാന്റെ വീട്ടിലെ അടിമപ്പെങ്കുച്ചിനെ പിടിച്ചോണ്ട് വന്ന പോലെ ആരോ വഴി എന്ന് പറഞ്ഞു, ഇടി ഒച്ച, ഇത്രയും ഓടിയിട്ടും മതിയായില്ലെങ്കിൽ നിന്റെ ഓട്ടം നിൽക്കാൻ ഞാനൊരു വഴി പറഞ്ഞു തരാം. സ്വത്രം. അപ്പൊ ഞാനിങ്ങനെ എൻ്റെ ഭാവനെ പറയുകയാണേ, സ്വത്രം, ചേച്ചി പറയുന്ന വഴി ഞാൻ ഒന്ന് കേക്കട്ടെ. വല്ലം ചെലവിടാനാണെങ്കിൽ എൻ്റെ കയ്യിൽ ഒന്നുമില്ല ചേച്ചി, വല്ലം കാശ് കൊടുത്ത് കിട്ടാനാണെങ്കിൽ എൻ്റെ ഒന്നുമില്ല ചേച്ചി, എല്ലാം തീർന്നു, എല്ലാം തീർന്നു. തീർന്നോ? ഇനി നിനക്ക് ഞാൻ ഒരു വഴി പറഞ്ഞുതരാം. നിന്റെ ശ്രമങ്ങൾ മുഴുവനും പരാജയപ്പെടുമ്പോഴാ സ്വർഗത്തിൽ അപ്പന്റെ പ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങുന്നത്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ഭാവിക്കേണ്ടതിന് മീതെ നീ ഭാവിച്ചു വരല്ലേ. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ ദാനമാണെന്ന് പറഞ്ഞ് ദൈവത്തിന്റെ സന്നിധി താന്നിരിക്കാൻ. സഹോദരൻ, യേശുവിനെ അടുക്ക പോയാ നിനക്ക് സൗഖ്യം വരും. സഹോദരൻ, അവിടെ അകത്തൊരു ചെറിയൊരു വെളിച്ചം വന്നെങ്കിലും ആ വെളിച്ചം പെട്ടെന്ന് ഇരുളായി. അതിന്റെ കാരണം വലിയ പുരുഷാരം അവനെ തിക്കി തിരക്കുക. അതിനിടയിൽ ഞാൻ അങ്ങനെ യേശുവിന്റെ അടുക്ക ചെല്ലും. കുഞ്ഞേ, ആഗ്രഹമുണ്ടെങ്കിലേ അത് സാധ്യമാകും. ഇറങ്ങി പുറപ്പെട്ടാലേ അത് നീ നേടും. പറയുന്ന കേട്ട് നിന്നാലേ നീ നന്മ അനുഭവിക്കും. തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും അവരിവരും പറയുന്നിട്ട് ഓടിയാലുണ്ടല്ലോ, അവസാന കാലം വരെ നീ ഓടുകയല്ലാതെ ഒരു നന്മയും പ്രാപിക്കത്തില്ല. പത്രം. അവള് തീരുമാനിച്ചു, ആരിനി എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും അവസാനത്തെ പരീക്ഷണം യേശുവിൻ്റെ അടുക്കലെന്ന് പോവാം. പത്രം. അവസാനത്തെ പരീക്ഷണം യേശുവിൻ്റെ അടുക്കലെന്ന് പോവാം. ഇനി എത്ര തിരക്കുണ്ടെങ്കിലും അവരെ തള്ളി മാറ്റി ഞാൻ യേശുവിൻ്റെ അടുക്ക പോകും. ഇതാ തീരുമാനം, ഇതാ തീരുമാനം. എന്തെല്ലാം ആരെല്ലാം എവിടെയെല്ലാം എങ്ങനെയെല്ലാം വാദിച്ചാലും ഞാൻ എൻ്റെ യേശുവിനെ പിൻപറ്റും. കാരണം ഇന്നുവരെ അവൻ എന്നെ നടത്തിയത് അങ്ങനെയാ, ഇന്നുവരെ എന്നെ കരുതിയത് അങ്ങനെയാ. സ്വത്രം. അതുകൊണ്ട് ആരൊക്കെ എനിക്കെതിരെ എന്തെല്ലാം ചെയ്യുന്നു പറഞ്ഞാലും ഞാൻ എൻ്റെ യേശുവിനെ വിട്ടേച്ച് പോവത്തില്ല. സ്വത്രം. അവള് നേരെ ജനത്തിനിടയിൽ തിക്കി തിരക്കി സ്വത്രം യേശുവിനെ പോയി തൊട്ടു. സ്വത്രം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം, ഈ സഹോദരി നൂന്നു നിൽക്കാൻ കഴിവില്ലാത്തവള് എത്ര പേര് ചവിട്ടുകൊണ്ടുപോകണമെന്ന് ഞാൻ ഇങ്ങനെ ചിന്തിക്കുക. അല്ലെങ്കിൽ എത്ര പേര് തട്ടിക്കാണും അവളെ, എന്നിട്ടും അവൾ ആ തട്ടും ചവിട്ടും എല്ലാം കൊണ്ടിട്ടും അവൾ യേശുവിനെ തൊടാനുള്ള വ്യഗ്രതയോട് ഓടി യേശുവിനെ തൊട്ടു. സ്വത്രം. യേശു ഉടനെ പറയുന്ന ഒരു കാര്യമാണ്, എന്നെ ആരോ തൊട്ട്. കൂടെ നിന്ന ചേട്ടന്മാരൊക്കെ പറയും, നിനക്ക് ഭ്രാന്താന്നോടാന്ന്. ഇത്രയും പേര് നിന്നെ തട്ടി മുട്ടി ഞെക്കി ഞെരുക്കിയും ഒക്കെ വന്നിട്ട് നിന്നെ ആരാ തൊട്ടെന്ന് നീ എന്തിനു പറഞ്ഞല്ലേ പറയുന്നത്? അങ്ങനെ വല്ലതും പറഞ്ഞോ? ഞാൻ എൻ്റെ ഭാഷ പറഞ്ഞതാ കേട്ടോ. സ്വത്രം. എൻ്റെ ഭാഷ പറഞ്ഞതാ. സ്വത്രം. ഇല്ല സഹോദരങ്ങളെ, ആവശ്യഭാരത്തോടെ ആരോ എന്നെ തൊട്ടു.
സ്വത്രം. യേശു നോക്കി, തൻ്റെ കാൽക്കൽ ഇതാ ഒരു പെണ്ണ്. സ്വത്രം. അവൾ തൊട്ട മാത്രയിൽ ഇക്കാലം ഇത്രയും ഓടിയിട്ട് ലഭിക്കാത്ത സൗഖ്യം ഒറ്റ സെക്കൻഡ് കൊണ്ട് അവളുടെ ശരീരത്തിൽ വ്യാപരിച്ചെങ്കിൽ, എന്നെ സ്നേഹിക്കുന്ന എന്റെ കൂടപ്പിറപ്പുകളെ, നിങ്ങളോട് പറയട്ടെ, ലോകം പറയുന്ന വാക്ക് കേട്ടിട്ട്, ലോകത്തിലെ പിശാചിലെ തന്ത്രങ്ങൾ കണ്ടിട്ട്, അവൻ തകർക്കും ഇവൻ തകർക്കും അവര് തകർക്കും എന്ന് പറയാതെ, തകർക്കുന്നവനല്ല എന്റെ ദൈവം, പണിയുന്നവനാ എന്ന് മനസ്സിലാക്കിയിട്ട് മഹത്വം ദൈവത്തിന് കൊടുത്താൽ ഓരോരുത്തരും വരത്തില്ല. നിനക്ക് നീ തകർന്നു വീഴാൻ ദൈവം അനുവദിക്കത്തില്ല. ചില കഷ്ടങ്ങൾ വരുവേ, ചില പ്രതിസന്ധികൾ വരും, ചില രോഗങ്ങൾ വരും. അതൊക്കെ വരുമ്പം ഒന്ന് തിരിഞ്ഞു നോക്കണം. എവിടെയോ എനിക്കൊരു പരാജയം സംഭവിച്ചു, എവിടെയോ ഞാൻ ദൈവവചനം വിട്ടു മാറി, ദൈവത്തിൽ നിന്ന് അകന്നു, അതുകൊണ്ട് വന്നതാ, സോറി അപ്പാന്ന് ഒന്ന് മുഴങ്കാലം മടക്കി പറഞ്ഞാൽ മതി. സ്വന്തം ഒന്ന് മുഴങ്കാലം മടക്കി പറഞ്ഞാൽ മതി. ഓക്കെ. ദൈവത്തിന്റെ വചനം പറയുന്നത്, ദുഷ്പ്രവർത്തിക്കാർ ഛേദിക്കപ്പെടും, യഹോവയിൽ പ്രത്യാശ വെക്കുന്നവർ ഭൂമിയെ അവകാശമാക്കും. സ്വത്രം. അപ്പം ഭൂമിയെ അവകാശമാക്കിയ പിന്നെ എന്തോ ചെയ്യണം? അതിൽ പാർക്കണം. അതിൽ പാർക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നല്ലൊരു ഭവനം പണിയണം. സ്വത്രം. അങ്ങനെ ഭവനം പണിയണം. എങ്ങനെ പണിയണം? ക്രിസ്തു ആകുന്ന മൂലക്കല്ലിന്മേൽ അടിസ്ഥാനമിട്ട് ഭവനം പണിയണം. സ്തോത്രം. ഞാനിങ്ങനെ പറയട്ടെ, ഈ നമ്മുടെ ഈ പുരോഹിതന്മാർ ഒന്ന് പ്രാർത്ഥിച്ച് ഈ വെള്ളം തളിച്ച് കുറ്റിയടിക്കാറുണ്ട്. നിങ്ങളുടെയൊക്കെ വീടുകളെല്ലാം അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളതാണല്ലോ. ആണല്ലോ. നിങ്ങൾ എന്തിനാ പിന്നെ മറ്റൊരു പറയുന്നത് കേൾക്കാൻ പോകുന്നത്? വല്ലതും പറഞ്ഞു മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് ആരിൽ വിശ്വാസമില്ല? ദൈവത്തിലും വിശ്വാസമില്ല, പുരോഹിതനിലും വിശ്വാസമില്ല. പേരെന്തുവാ? ക്രിസ്ത്യാനി. പേര് ക്രിസ്ത്യാനി, ക്രിസ്തുവിലും വിശ്വാസമില്ല, ആ മാർഗം കാണിച്ചെന്ന് അവരെയും വിശ്വാസമില്ല. പിന്നെ ആരെയാ വിശ്വാസം? അവിടെ അടുത്ത് ശാശുശു പറയുന്നവനെ. സ്വത്രം. അതാ പിശാചിന്റെ പരിപാടി കേട്ടോ. സ്വത്രം. ദൈവത്തിൽ നിന്ന് നിന്നെ അകറ്റി, ദൈവസഭയിൽ നിന്ന് നിന്നെ അകറ്റി, നിന്റെ വീടിനകം കുപ്പക്കൂന്നാക്കാൻ കളം വെച്ച് ഒരുങ്ങി നിൽക്കുന്ന ആ മന്ത്രവാദിയെ തേടിയാ നീ പോകുന്നത്, ആ ശകുനവാദിയെ തേടിയാ പോകുന്നത്. അവൻ പ്രവർത്തിക്കുന്ന പ്രവൃത്തി മൊത്തം പിയായിനെ കൊണ്ടാ എന്ന് പറഞ്ഞാൽ നിന്നെ നിന്റെ കുഞ്ഞുങ്ങളെയും ഇനി ഒരിക്കലും രക്ഷപ്പെടുത്തത്തില്ല. സ്വത്രം. നിങ്ങളെ ഈ മന്ത്രവാദികളുടെ അടുത്ത് പോയിട്ടുള്ളവരെ കണ്ടിട്ടുണ്ടോ? സ്വത്രം. നിങ്ങൾ ആരെങ്കിലും പോയിട്ടുണ്ടോ? നാണക്കേടൊന്നും വേണ്ട. സ്വത്രം. എനിക്കറിയാം, അതും കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സ്വത്രം. ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, അന്ന് വിശ്വാസത്തിലൊന്നുമില്ല, ആ സമയത്ത് ഒരു തമിഴ്ക്കാരൻ ചെറുക്കൻ, സ്വത്രം, ഒരു പെങ്കൊച്ചിനെ പ്രേമിച്ചു. ആ കൊച്ചിനെ കല്യാണം കഴിക്കണം. സ്വത്രം. അപ്പൊ എങ്ങനെല്ലാം നോക്കിയിട്ട് ആ കൊച്ചോടൊന്നും സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. അവസാനം എൻ്റെ ഒരു സ്നേഹത്തിന് ഇന്ന് മരിച്ചുപോയ മനുഷ്യൻ. സ്വത്രം. ഒരു മുസ്ലിം സഹോദരനുണ്ട്, ഞങ്ങൾ ബായി എന്ന് വിളിക്കുന്നേ. ആ പുള്ളിക്കാരൻ പറഞ്ഞു, എടാ പോളെ, ഒരു 10,000 രൂപയ്ക്ക് വകുപ്പുണ്ട്, ഞാൻ എൻ്റെ കൂടെ അങ്ങ് നിന്നാ മതി, ഞാൻ കാര്യങ്ങളെല്ലാം ഒപ്പിച്ചോളാം. ഞാൻ പറഞ്ഞു, പൈസ കിട്ടുന്ന കാര്യമല്ലേ, എന്ത് തരികിടയ്ക്ക് നമ്മൾ നിൽക്കുമായിരുന്നു ആ കാലത്ത്. സ്വത്രം. ഞാൻ അവനെ വിളിച്ചു കൊണ്ടുവരാം, നീ ഭയങ്കര മന്ത്രം ചെയ്യുന്ന ആളാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവൻ വരുമ്പം അവൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അവൻ എന്തെങ്കിലും കൊടുത്താൽ മതി. അപ്പൊ ഞാനും നോക്കി, ഞാൻ കണ്ടിട്ടുണ്ടല്ലോ പല മന്ത്രവാദികളും ചെയ്യുന്ന പരിപാടികൾ എനിക്കും അറിയാം. സ്വത്രം. ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്, നമുക്കിപ്പം വെറ്റലയൊന്നും കിട്ടത്തില്ല, അതുകൊണ്ട് ബായി രാവിലെ വരുമ്പം ഒരു കുരുമുളകിന്റെ ഇലയുണ്ടല്ലോ, അതൊരെണ്ണം കൊണ്ടുവരണം. സ്വത്രം. തളുത്തത് കൊണ്ടുവരണം. സ്വത്രം. നിങ്ങൾ ഈ കമ്മ്യൂണിസ്റ്റ് പച്ച കണ്ടിട്ടുണ്ടോ? കമ്മ്യൂണിസ്റ്റ് പച്ച ഈ മൂടിളവി കിടന്നിട്ട് ചെതലരിക്കുന്ന കണ്ടിട്ടുണ്ടോ?
ചെതലരിച്ചതിനെ ഒന്ന് തട്ടിക്കുറഞ്ഞെടുക്കണം, നല്ല വിളാന്നിരിക്കും. അത് കണ്ടാൽ ഈ കൊച്ചു കൊച്ചു അസ്ഥികൾ പോലെ ഇരിക്കും, അതിൻ്റെ വേരുകളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, വിളാന്നിരിക്കും, അസ്ഥികൾ പോലെ ഇരിക്കും. അത് പറഞ്ഞാൽ ഞാൻ വെട്ടുന്ന റബ്ബറും തോട്ടത്തിൽ നിന്ന് പറിച്ചെടുത്തു. സ്വത്രം അതും വെച്ച് സ്വത്രം ഒരു റബ്ബറും കുരിനകത്തെ പരിപ്പ് അതും എടുത്തു വെച്ചു. ഭസ്മത്തിന് പകരം കുറെ ഞങ്ങളുടെ കമ്പനിയിൽ ഷീറ്റ് ഉണക്കുന്നിടത്തുനിന്ന് കുറെ നല്ല വെളുത്ത ചാരം സ്വത്രം അതും വാരി വെച്ച് സ്വത്രം. അവൻ രാവിലെ ഞാൻ ടാപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തോട്ടത്തിനകത്ത് വന്ന് ഭായി അവനെ വിളിച്ചടുത്ത് കൊണ്ടുവന്നിട്ട് പറഞ്ഞ്, എടാ നിനക്ക് വേണ്ടി ഇപ്പൊ പോളൊരു മന്ത്രം ജപിച്ചു തരും, അത് നീ കൊണ്ടുചെന്ന് ആ പെണ്ണ് നടന്നു പോകുന്ന വഴി കൊണ്ടിടണം. ആ പെണ്ണ് വന്നതിന് മറികടന്ന നാളെ അവള് നിന്നോട് മിണ്ടും. അടുത്ത വർഷം നിനക്ക് ആദ്യം കല്യാണം കിട്ടും. ആ പാവപ്പെട്ട പാണ്ടിക്കാരൻ ഇല്ലാത്ത പൈസ ഒപ്പിച്ച് അവന്റെ വഞ്ചിക്കുറ്റി മൊത്തം അടിച്ചു പൊട്ടിച്ച് ഒരു 1000-700 രൂപ കൊണ്ടുവന്ന ആദ്യവും പറഞ്ഞ പരിപാടി, 1000 ഒന്നും ഇല്ല, 700 രൂപയുള്ളൂ, അത് ഞാൻ വഞ്ചിക്കുറ്റി പൊട്ടിച്ച് കൊണ്ടുവന്നതാ. പണത്തിന്റെ ഭ്രാന്ത് കയറി അവനെ പിടിച്ച് റബ്ബറും തോട്ടത്തിനകത്തൊരു മരത്തിന്റെ മൂട്ടിൽ ഇരുത്തിയിട്ട് ഈ ചാരം വാരി അവന്റെ മോന്തക്കിട്ട് സ്വത്രം. എന്നിട്ട് അവിടെ നിന്നോട് കുശുകുശാന്ന് അതും ഇതൊക്കെ പറഞ്ഞ് നിനക്ക് ഈ കളിപ്പിക്കാൻ മിടുക്കനായതുകൊണ്ട് നന്നായിട്ടൊരു പരിപാടി കണക്ക് കൂട്ടി. അവൻ ഭയങ്കര പക്വതയോടെ ഇരുന്ന് ഈ ചാരമെല്ലാം മുഖത്ത് വിടുമ്പോഴത്തേക്ക് അവന് തോന്നി ഏതാണ്ടൊക്കെ സംഭവിച്ചെന്ന്. അവസാനം ഇതെല്ലാം കൂടി ഈ മുളക് പൊടി കൊലയ്ക്കകത്ത് പൊതിഞ്ഞ് ഒരു പേപ്പറിനകത്ത് പൊതിഞ്ഞിട്ട് അവൾ രാവിലെ എഴുന്നേറ്റ് വരുന്ന സമയത്ത് അവൾ ഇറങ്ങുന്ന പഴിയുടെ മുന്നിൽ കൊണ്ടിട്ടേക്കണം. നീ എന്നിട്ട് രാവിലെ ഉറങ്ങരുത്, ഉണർന്നിരിക്കണം. അവൾ അതിന് മറികടന്ന് അവൾ നിന്നോട് ഇഷ്ടമാണ്. അത്രം സംഭവം അതുപോലെല്ലാം സംഭവിച്ചു. ഈ പാവപ്പെട്ട പെങ്കൊച്ച്, തമിഴത്തി പെങ്കൊച്ച് ഈ സ്റ്റെപ്പ് ഇറങ്ങി വന്ന് ഇന്ന് മറികടന്ന് പോകുന്നു. ഒറ്റ ഓട്ടം താഴെ എന്റെ എസ്റ്റേറ്റിലോട്ട്, ഞാൻ വെട്ടുന്നവർ വർണ്ണടയിലോട്ട് ഓടി വന്നിട്ട് പറയാ, എന്റെ അണ്ണാ മന്ത്രം ഫലിച്ചു. സ്വത്രം മറികടന്നില്ലയോ? ഇതല്ലേ മന്ത്രവാദി? എനിക്ക് എത്ര തൊട്ട് 700 കിട്ടി, 250 ഞാനെടുത്ത് ബാക്കി പൈസ ബായിക്കും കൊടുത്ത്. ബായി അതുകൊണ്ട് ചെന്ന് സുന്ദരമായിട്ട് തിന്ന് വായി ഇളക്കം തുടങ്ങി. 3 ദിവസം ഒരുപോലെ തൂറി. സ്വത്രം ഞാൻ ഈ 250 രൂപയും കൊണ്ട് ഞാനും വീട്ടിൽ കൊണ്ടുവന്ന് കുഞ്ഞുങ്ങൾക്കൊരു നല്ല പലഹാരമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഞാനും അതിനകത്തുനിന്ന് കുറെ തിന്ന്. സ്വത്രം അന്ന് 250 രൂപ കൊടക്കി ഭയങ്കര തീറ്റില്ല. സ്വത്രം ബായി 3 ദിവസം തൂറി, ഞാൻ 7 ദിവസം തൂറി. സ്വത്രം പറയാൻ പറ്റുമോ? പുറത്ത് പറയാൻ പറ്റുമോ മന്ത്രവാദി തൂറിയത്? സ്വത്രം ഞാൻ പറയട്ടെ, കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഞാനിങ്ങനെ പറഞ്ഞു, പിന്നെ സോറി അതിന് മുമ്പ് ഞാനോട് പറഞ്ഞു, ഇതേ ഒത്തിരി ദിവസമൊന്നും ഇത് നീണ്ടിരിക്കത്തില്ല കേട്ടോ, ഒരാഴ്ചയുള്ളൂ ഇതിന്റെ ശക്തി. ഒരാഴ്ച കഴിയുമ്പോ 1000 രൂപ തികച്ചു കൊണ്ടുവരണം. ഇന്നത്തെ ഡോക്ടർമാരും അതല്ലേ ചെയ്യുന്നത്. പനിയുണ്ടോ, ഷുഗർ ഉണ്ടോ, കൊളസ്ട്രോൾ ഉണ്ടോ, കൊളസ്ട്രോൾ ഉണ്ടോ, ഇല്ലാത്ത എല്ലാം ഇപ്പൊ ഉണ്ടാവും. സ്വത്രം ഇത് കേൾക്കുമ്പോഴേ അകത്ത് തീ കയറുമ്പം ഹാർട്ട് ബീറ്റ് അങ്ങ് കൂടും. കൂടിക്കഴിഞ്ഞാൽ അന്നേരം കുടിഞ്ഞ പ്രഷർ ചെക്ക് ചെയ്ത് നോക്ക്, ഇല്ലാത്ത പ്രഷർ മൊത്തം 1500. ഇല്ല ഡോക്ടറെ? സ്വത്രം അതൊക്കെ അറിയാം. സ്വത്രം ഓക്കെ, 1000 രൂപ അവനില്ലാത്തത് കൊണ്ട് രക്ഷപ്പെടണ്ടേ? നമ്മൾ അനുഭവിച്ച് നമുക്കേ അറിയത്തുള്ളൂ, എങ്കിലും അവനിൽ നിന്ന് രക്ഷപ്പെടണമല്ലോ. 1000 ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരാഴ്ച കഴിഞ്ഞാൽ ഇതിന്റെ ശക്തി നഷ്ടപ്പെടും. ഇങ്ങനെ കബളിപ്പിച്ച് തിന്നത് മൊത്തം തൂറി. ഇതല്ലേ ഈ ചെയ്യുന്ന മന്ത്രം ചെയ്യുന്നവര് വർഷാവസാനം മുഴുവനും നീണ്ടു നിൽക്കുമെന്ന് പറയുമോ? ഏലസ് ചെറ്റിക്കെട്ടിയാൽ പോലും പറയുന്നതിന് 1 മാസം ഗ്യാരണ്ടി ഉള്ളത് അല്ലയോ ഷായലെ? 21 ദിവസം. ഷായലിനറിയാം. സ്വത്രം എന്നെ കേൾക്കുന്ന കൂടപ്പറമ്പുകളെ, നിങ്ങളെ കബളിപ്പിച്ചും തട്ടിച്ചും വെട്ടിച്ചും അതിൻ്റെ ഇതിൻ്റെയും ആഭിചാരത്തിന്റെ മന്ത്രത്തിന്റെ തന്ത്രത്തിന്റെയും
പേര് പറഞ്ഞു നിന്റെ നന്മ അടിച്ച് നിന്നെ ദരിദ്രനാക്കി തീർക്കുന്ന ഈ പിയായിന്റെ പ്രവൃത്തിയുടെ പുറകെ പോകാതെ, ഒരു നഷ്ടവും വരുത്താതെ, ഒരു കഷ്ടവും വരുത്താതെ നിന്നെ അന്ത്യത്തോളം ജയത്തോടെ നടത്താമെന്ന് പറഞ്ഞ കാൽവറി ക്രൂശിൽ നിന്റെ പ്രാണന് വേണ്ടി വീണ്ടെടുപ്പിന് വില തന്ന കർത്താവിനെ മുറുകെ പിടിക്ക്. കർത്താവ് നിന്റെ കൂടെ ഉള്ളിടത്തോളം ഒരനർത്ഥവും നിനക്ക് വരത്തില്ല. നിന്റെ കുഞ്ഞുങ്ങൾ നശിച്ചു പോകത്തില്ല, നിന്റെ കൂട്ടാളി ദരിദ്രനായി തീരത്തില്ല, നിന്റെ ഭവനം കുപ്പൊക്കുന്നാകത്തില്ല. ആരല്ല എവിടെയല്ല എന്തെല്ലാം വീണാലും നീ നിന്റെ കുഞ്ഞുങ്ങളും വീഴാൻ ദൈവം സമ്മതിക്കത്തില്ല. എവിടെയെങ്കിലും നീ വീഴുന്നെങ്കിൽ നിനക്ക് പറ്റിയ പരാജയമാണെന്ന് സമ്മതിച്ചിട്ട് ദൈവത്തിന് തന്നെ മാപ്പരമാ മതി, നീ ജയിച്ചു പുറത്തു വരും. ഈ നമ്മുടെ നാട്ടിലൊരു വാക്ക് പറയുന്നുണ്ട്, കായിക അഭ്യാസം അല്പപ്രയോജനം. സ്വത്രം അല്പപ്രയോജനം. അതുപോലെയാണ് മന്ത്രവാദം അന്നേരത്തേക്കാ. നിന്റെ പോക്കറ്റിലെ പൈസ എപ്പോൾ അവൻ്റെ പോക്കറ്റിൽ നിന്ന് അന്നേരം അതിൻ്റെ ഗ്യാരണ്ടി തീരും. എൻ്റെ സഹോദരനെ, ആ പൈസ കൊടുത്ത് വല്ല ചിക്കനും മട്ടനും വാങ്ങിച്ച് തിന്നിട്ട് ഏമ്പക്കം വിട്ടിട്ട് വീട്ടിൽ വന്ന് സുഖമായി കിടന്നുറങ്ങും, ഒരനർത്ഥവും വരത്തില്ല. ഇനി ഞാനിങ്ങനെ കേട്ടിട്ടുള്ളൊരു കാര്യം കൂടെ പറയാം. ഞാനിപ്പം ആദർശിനെ തട്ടാൻ വേണ്ടിയാണ് ഭൂതത്തെ ആവാഹിച്ച് വിടുന്നത്. അപ്പോൾ ആദർശ് തീയാണെങ്കിൽ ഈ തട്ടാൻ പോയവനെ കിട്ടിയില്ലെങ്കിൽ വിട്ടവനെ തട്ടും. മനസ്സിലായില്ലല്ലയോ? എവിടെയെങ്കിലും മോനെ ഒരു മന്ത്രവാദി 2 നില വീട് വെച്ച് അതിനകത്ത് രാജകീയ പ്രൗഢി ജീവിച്ച ചരിത്രമുണ്ടോ? ഉണ്ടോ അനീഷേ? ആ കുടുംബം മൊത്തം ഉച്ചോട് മുടിഞ്ഞതല്ലാതെ ഏതെങ്കിലും മന്ത്രവാദി രക്ഷപ്പെട്ടിട്ടുണ്ടോ? എനിക്കറിയത്തില്ല, നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. സ്വത്രം. ഒരു പ്രിയപ്പെട്ടവൻ കഴിഞ്ഞ ദിവസം ബൈബിൾ വചനം എടുത്തിട്ട് പറഞ്ഞ് അതാ ശരിയെന്ന്. അത് പത്തനാപുരത്തുള്ളൊരു ലക്ഷണം വെക്കുന്ന ഒരാളാ. അയാൾ പറഞ്ഞ് ബൈബിൾ പറഞ്ഞേക്കുന്നത് ശരിയെന്ന്. എന്നിട്ടും ക്രിസ്ത്യാനി നീ ഇപ്പോഴും ആരെ പറയാ പോകുന്നത്? മന്ത്രവാദത്തിന്റെ പറയാ, വിളിച്ചു നിറച്ചയുടെ പുറകെയാ. സ്വത്രം. ഞങ്ങളുടെ നാട്ടിലെ ചില അമ്മച്ചിമാര് ഇങ്ങനെ കുരിശും തൊട്ടി ചെന്നിട്ട് ഇങ്ങനെ പറഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ യേശുവേ, എൻ്റെ മറിയാമെടുത്തിയേ, അവന് അവക്ക് പണി കൊടുക്കണേ. അപ്പം മറിയാമെടുത്തി ഇറങ്ങിയെന്ന് പറയുക, അവിടെ ഇരിക്കുന്ന യേശു ഇറങ്ങിയെന്ന് പറയും, ഞാൻ ഏറ്റടാ, നീ 100 രൂപ തന്നില്ലേ, ഞാൻ കൊടുക്കാൻ പണി പറയുവോ? നിന്റെ 100 രൂപ പോയത് മിച്ചം. സ്വതന്ത്രം. അത് കൊടുത്ത് നീ ഏതെങ്കിലും പ്രാർത്ഥിക്കുന്ന ദേവദാസന്മാരെ വിളിച്ച് നിന്റെ വീടിനകത്ത് ഒരു പേര് ചോറും കൊടുത്തിട്ട് ഒന്ന് പ്രാർത്ഥിച്ച് ആമേൻ പറ. നിനക്ക് നന്മ വർദ്ധിച്ചു വരും, നന്മ അധികമായി വരും. ഞാൻ എന്തിനത് പറഞ്ഞെന്നറിയാമോ? ഒരന്ധകാര ശക്തിയെയും തൊടാൻ, സ്വത്രം, ഒരന്ധകാര ശക്തിക്ക് നിന്നെ തകർക്കാൻ പറ്റത്തില്ല കുഞ്ഞ്. നീ കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വ്യക്തിയാ. നിനക്കൊരു വ്യവസ്ഥയുണ്ട്, ഒരു നീതിയുണ്ട്, നിനക്ക് വേണ്ടി ദൈവം വച്ചിരിക്കുന്ന ഒരു വഴിയുണ്ട്. അത് തികവുള്ള വഴിയാ. ആ വഴിയിൽ പതിയിരിക്കുന്ന ഒരു പതിയിരി ശക്തി നിന്റെ കുഞ്ഞുങ്ങളെ നശിപ്പിക്കാൻ ദൈവം വിട്ടുകൊടുക്കുന്നത് തിരിച്ചറിഞ്ഞിട്ട് മഹത്വം ദൈവത്തിന് കൊടുക്ക്. പെട്ടെന്നൊരു വാക്കോട് വായിച്ച് നമുക്ക് നിർത്താം. സ്വത്രം. സങ്കീർത്തനം 91:14. സ്വത്രം. ആര്? സർവശക്തനായ ദൈവം നിന്നോട് പറ്റിയിരിക്കുകയാണെങ്കിൽ നിന്നെ ദൈവം വിടുവിക്കുമെന്ന്. സ്വത്രം. അടുത്തേ. സ്വത്രം. വിടുവിക്കുന്നവൻ നിന്നോട് കൂടെയുണ്ട്. അവൻ പറഞ്ഞ വചനം നീ അറിഞ്ഞാൽ പിന്നെ നീ ഒന്നിൻ്റെയും പുറകെ പോകത്തില്ല. പക്ഷെ അത് അറിയാതിരിക്കാൻ, അത് നിന്റെ കാതുകളിൽ എത്താതിരിക്കാൻ, നീ അത് പ്രമാണിക്കാതിരിക്കാൻ പിശാച് ഇങ്ങനെ ഒത്തിരി തന്ത്രങ്ങൾ കൊണ്ടുവരും. ദൈവത്തിലെ അത് നീ തിരിച്ചറിയണം. നീ ആരാന്നറിയാമോ? സകല പിശാചിനെ തല തകർക്കാൻ യോഗ്യനായവനും യോഗ്യയായവളുവാ. യേശുവിന്റെ നാമത്തിൽ മാറ് പിശാചെന്ന് നീ ഒന്ന് പറഞ്ഞു നോക്ക്. സ്വത്രം. അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ നാമത്തിൽ, ചർച്ച് ഓഫ് ഗോഡിന്റെ നാമത്തിൽ, പിന്നെ IPCയുടെ നാമത്തിൽ എന്നൊന്നും പറഞ്ഞാൽ പിശാച് പോവത്തില്ല. യേശുവിന്റെ നാമം പറയാൻ ചങ്കൂറ്റമുണ്ടോ? നിനക്ക് ധൈര്യമുണ്ടോ?
നീ ആ കർത്താവിന്റെ നാമത്തിൽ വീണ്ടെടുക്കപ്പെട്ട വ്യക്തിയല്ലേ, പിന്നെ എന്തിനു ഭയപ്പെടണം? ഒരു പിശാചിനും നിന്നെ സ്വർഗം വിട്ടുകൊടുക്കത്തില്ല. നിന്റെ കുഞ്ഞുങ്ങളെ തൊടാൻ ദൈവം അനുവദിക്കത്തില്ല കുഞ്ഞ്. അതുകൊണ്ട് വ്യക്തമായി നിന്നോട് പറയുന്ന കേക്ക്. സങ്കീർത്തനം 91:16. സ്വത്രം. കഷ്ടകാലത്ത് ഞാൻ നിന്റെ കൂടെ ഇരുന്ന് ദീർഘായുസ് കൊണ്ട് ഞാൻ നിനക്ക്. കഷ്ടകാലത്ത് തള്ളിക്കളഞ്ഞിട്ട് പോകുന്നല്ല പറഞ്ഞത്. കഷ്ടം വരുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, ദീർഘായുസ് കൊണ്ട് ഞാൻ നിനക്ക് തൃപ്തി വരുത്തും, എന്റെ രക്ഷയെ ഞാൻ നിനക്ക് കാണിച്ചു തരും. സ്വത്രം. അങ്ങനെ കാണണമെങ്കിൽ, ദൈവം കൂടെ ഇരിക്കണമെങ്കിൽ, ദൈവത്തോട് കൂടെ നിൽക്കണമെങ്കിൽ എന്തു വേണമെന്നറിയാമോ? സങ്കീർത്തനം 128:1 വായിച്ച് നിർത്താം. പത്രം. അപ്പൊ എന്ത് വേണം? ദൈവത്തെ ഭയപ്പെടുക മാത്രമല്ല, ദൈവത്തിന്റെ വചനം പറയുന്ന വഴിയിൽ നീ നടക്കണം. പത്രം. നടക്കാൻ തയ്യാറുണ്ടോ? അനുഗ്രഹം ഉറപ്പാ. സ്വത്രം. വചനമനുസരിക്കാൻ മനസ്സുണ്ടോ? നീ അഭിവൃദ്ധി പ്രാപിക്കും. സ്വത്രം. യഹോവയെ ഭയപ്പെടുമോ? നീ ലോകത്തിലെല്ലാവരെയും ഭയപ്പെടും. സ്വത്രം. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്ന അറിയാമോ? നിന്റെ തല ഉയർന്നിരിക്കും. നിന്റെ തല താഴ്ത്തുവാൻ ആർക്കും കഴിയത്തില്ല. സ്വത്രം. എന്നെക്കാൾ ബലം കുറവാ ഷായലിന്, എന്നെക്കാൾ ബലം കൂടുതലാ അനീഷിന്. സ്വത്രം. പക്ഷെ ഞാൻ രണ്ടുപേരും ഒരുപോലെയാണ് കാണുന്നത്. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? സ്വത്രം. എന്താ? ഷായലു എന്നെ ഒന്നും ചെയ്യത്തില്ല, അനീഷു എന്നെ ഒന്നും ചെയ്യത്തില്ല. അതിന്റെ കാരണം ഞാൻ അവരെ സ്നേഹിക്കുന്നതേ ഉള്ളൂ. ഞാൻ അവരുടെ മുഷ്ടി കുരുത്തി യുദ്ധം ഞാൻ പോവത്തില്ല. അതുകൊണ്ട് അവരും എന്നെ സ്നേഹിക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് ആ വചനം പറഞ്ഞ ബലവാനും ബലഹീനനും തങ്ങി കാര്യമുണ്ടായാൽ ദൈവം ആരുടെ കൂടെ നിൽക്കും? ആരുടെ കൂടെ നിൽക്കും? ബലഹീനന്റെ കൂടെ നിൽക്കും. അക്ഷരികമായ ബലഹീനതയല്ല, ആത്മീയമായ ബലഹീനത. കർത്താവെ, ഞാൻ ഒന്നുമില്ല പച്ച, എന്നേക്കാൾ ശ്രേഷ്ഠനാണ് അവര്, നീ എന്നോട് കൂടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ നിൽക്കുന്നത് എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ ഒന്ന് താന്നു കൊടുക്ക്. സ്വത്രം. ഒരുപക്ഷെ അവനേക്കാൾ പണം നിനക്കുണ്ടായിരിക്കും, അവനേക്കാൾ ബുദ്ധി ഉണ്ടായിരിക്കും, അവനേക്കാൾ ജീവിത സാഹചര്യം മെച്ചപ്പെട്ടതായിരിക്കും. പക്ഷേ ഇതെല്ലാം തന്നത് ദൈവമാണെന്ന് മനസ്സിലാക്കി നീ ഒന്ന് താന്നു കൊടുത്താലുണ്ടല്ലോ, സ്വത്രം, നീ ഉയർത്തപ്പെടും. സ്വത്രം. നീ ഒന്ന് താന്നു കൊടുത്താൽ നീ ഉയർത്തപ്പെടും. സ്വത്രം. എനിക്ക് കഴിവുണ്ട്, എനിക്ക് രാഷ്ട്രീയത്തിൽ പിടിപാടുണ്ട്, എൻ്റെ കുടുംബത്തിനുള്ള 2 പോലീസുകാരുണ്ട്, എൻ്റെ ബന്ധത്തിൽ ഒരു IG ഉണ്ട്. സ്വത്രം. പോരാഞ്ഞിട്ട് ഇതിനെല്ലാം കൂടെ നടത്തുന്ന ഒരു പോലീസ് മന്ത്രിയും എൻ്റെ കുടുംബത്തിലുണ്ട്. സ്വത്രം. എന്ന് പറഞ്ഞ് പൊങ്ങിയാലേ, നീ പോലും പറയാതല്ല, കൊച്ചു പിള്ളരെ കൊച്ചു കത്തിത്തുമ്പി നിന്നെ തീർക്കും. മനസ്സിലായോ? ഇല്ല, ഒന്നും മനസ്സിലായില്ല. ഇവരാരെങ്കിലും കാണുമോ ആ സമയത്ത്? പോട്ട രാത്രിയിൽ നീ കടന്നുറങ്ങുമ്പോൾ നിന്റെ പ്രാണനെ ദൈവം കെടുത്ത ഈ മന്ത്രിക്ക്, MLAക്കും, പോലീസിനും, DIGക്കും പണത്തിനും നിന്നെ രക്ഷിക്കാൻ കഴിയുമോ? അപ്പം ഇവരാരുമില്ലാത്ത സമയത്ത് ആര് കൂടെ കാണുമെന്നറിയാമോ? സർവശക്തനായ കർത്താവ് നിന്നെ തെരഞ്ഞെടുത്ത, നിന്നെ ഇവിടത്തോളം കൊണ്ടുവന്ന, നീ ചോദിച്ചാലും ചിന്തിച്ചാലും ഉപരിയായി ആയുസ്സും ആരോഗ്യം ബലവും തന്ന് നിന്നെ നടത്തിയ കർത്താവ് നിന്റെ കൂടെ ഉണ്ടാകും. അതുകൊണ്ട് ആ കർത്താവിനോട് കൂടെ നിന്ന് നമുക്ക് ആ മഹത്വം കണ്ടുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാം. സ്വത്രം. പകരം മീശ പിരിച്ച്, പകരം കയ്യിൽ വടിവാളെടുത്ത്, പകരം സ്വത്രം വെട്ടുകത്തിയെടുത്ത് ജയിക്കാമെന്ന് വിചാരിച്ചാൽ തോറ്റുപോകത്തേ ഉള്ളൂ സഹോദരങ്ങളെ, തോറ്റുപോകത്തേ ഉള്ളൂ. എന്നാൽ കർത്താവ് പറഞ്ഞു, നീ ആരുടെ മുമ്പിൽ തോൽക്കാൻ ഞാൻ നിന്നെ വിട്ടുകൊടുക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് ദൈവത്തിന്റെ ബലമുള്ള കരത്തിൽ താഴ്ത്തി കൊടുക്കാം, കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം.